ഹലോ ഫ്രണ്ട്സ്, ക്ലിയർ ടിപ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരീരഭാരം നിയന്ത്രിക്കുന്നത് ആരോഗ്യപരിപാലനത്തിൻ്റെ ഒരു അത്യാവശ്യ ഘടകമാണ്. വെയിറ്റ് കുറയ്ക്കുന്നത് വഴി പല രോഗങ്ങളും നമുക്ക് തടയാൻ കഴിയുമെന്ന് മാത്രമല്ല, ചില രോഗങ്ങളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുവാനും അത് സഹായിക്കും. മിക്ക ആളുകൾക്കും ശരീരഭാരം കുറയ്ക്കണമെന്ന് നല്ല ആഗ്രഹമുള്ളവരായിരിക്കും. എങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് അത് കഴിയാറില്ല. ചിലർക്ക് എന്തെങ്കിലും ചെയ്തു തുടങ്ങാനുള്ള മടിയാകാം, മറ്റു ചിലർക്ക് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ഭയം. ഇനി വേറെ ചിലർ എല്ലാ ശ്രമങ്ങളും തുടങ്ങി വെക്കും, പക്ഷേ കൺസിസ്റ്റൻ്റായി അത് തുടരാതെ ഇടയ്ക്ക് വെച്ച് നിർത്തും. എന്നാൽ ചിലരെ സംബന്ധിച്ച് ഇതൊക്കെ നടക്കാത്ത കാര്യമാണെന്നുള്ള തോന്നലാണ് മെയിൻ പ്രശ്നം. എന്നാൽ നമ്മൾ കാര്യങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആയി കാണാതെ സിമ്പിളായി ഒന്ന് കണ്ടു നോക്കിയാൽ സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇഷ്യൂവാണ് അമിതമായ ശരീരഭാരം. സാധാരണ രീതിയിൽ ഒരു സ്ത്രീയാണെങ്കിൽ ഒരു ദിവസം ആവറേജ് 2000 കിലോ കലോറിയാണ് വേണ്ടത്. ഇത് 1600-നും 2400-നും ഇടയിലാകാം. ഒരു പുരുഷന് വേണ്ടത് ആവറേജ് 2500 കിലോ കലോറിയാണ് ഒരു ദിവസം. ഇത് കുറഞ്ഞത് 2200-ഉം കൂടിയാൽ 3000 വരെയും ആകാം. ശരീരഭാരം കുറയ്ക്കുവാൻ ശ്രമിക്കുന്ന ഒരാൾ ഈ നോർമൽ അളവിൽ നിന്നും വീണ്ടും 600 കിലോ കലോറി കുറവാണ് ഒരു ദിവസം എടുക്കേണ്ടത്. അതായത് സ്ത്രീകളാണെങ്കിൽ 1400 കിലോ കലോറിയും പുരുഷന്മാർക്ക് 1900 കിലോ കലോറിയും. ഞാൻ ഈ വീഡിയോയിൽ ഒരു വിശദമായ ഡയറ്റ് പ്ലാൻ ഒന്നും പറയുന്നില്ല, കാരണം നമ്മുടെ ഡെയിലി ലൈഫ് വളരെ തിരക്ക് പിടിച്ചതാണ്. അവിടെ ഒരു ഡയറ്റ് പ്ലാൻ വെച്ച് എല്ലാ ദിവസവും അതനുസരിച്ച് ഫുഡ് ഉണ്ടാക്കി കൃത്യമായി കഴിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് കൺട്രോളാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്പർ 1, നമുക്ക് എല്ലാ പോഷകങ്ങളും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്. അതായത് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ധാന്യങ്ങളും, പച്ചക്കറികളും, പഴവർഗ്ഗങ്ങളും, ഇറച്ചി, മീൻ, മുട്ട ഇവയും, പയറ്, പരിപ്പ്, കടലവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ, അങ്ങനെ വെറൈറ്റി ആയിട്ട് വരുന്ന എല്ലാ തരം ഭക്ഷണ സാധനങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും വല്ലപ്പോഴുമെങ്കിലും നമ്മളിതൊക്കെ കഴിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ നിയന്ത്രണം തുടങ്ങേണ്ടത് ഷോപ്പിംഗ് ടൈമിലാണ്. ഷോപ്പിംഗ് കറക്റ്റ് ആയാൽ ഡയറ്റിങ്ങും കറക്റ്റ് ആകും. ഏറ്റവും കൂടുതലായി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയോ കൃഷി ചെയ്തോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇറച്ചി മാസത്തിൽ 2 തവണ മതി. എന്നാൽ മീൻ ആരോഗ്യത്തിന് നല്ലതാണ്, അതും ചെറിയ മീനുകൾ കൂടുതലായി വാങ്ങുന്നതാണ് നല്ലത്. ആഴ്ചയിൽ 1-2 തവണ മീൻ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. മുട്ട ഇഷ്ടമുള്ളവർക്ക് ആഴ്ചയിൽ 1 തവണ മുട്ട കഴിക്കാം. പിന്നെ പയർവർഗ്ഗങ്ങൾ, പാലുൽപ്പന്നങ്ങൾ ഇവയൊക്കെ കൂടെ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. കൂടുതൽ ദിവസങ്ങളിലും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളുമാണ്. അതനുസരിച്ച് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു ലിസ്റ്റ് ഇട്ട് ഈ ഒരു പ്രയോറിറ്റി അനുസരിച്ച് സാധനങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇനി കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഇതുപോലെ കുറച്ച് വാങ്ങുന്നത് മൂലം അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന കലോറിയിൽ കുറവ് വരും. ധാന്യവർഗ്ഗങ്ങൾ കുറച്ച് കഴിക്കുന്നതും കലോറി കുറയ്ക്കാൻ സഹായിക്കും. വെള്ളം കുടിക്കുമ്പോൾ പ്ലെയിൻ വാട്ടർ തന്നെ കുടിക്കാൻ ശ്രമിക്കാം. പ്ലെയിൻ വാട്ടറിൽ കലോറി ഇല്ല. എന്നാൽ മറ്റു ഡ്രിങ്ക്സായ ജ്യൂസസ്, ഈവൻ കഞ്ഞിവെള്ളം പോലും ഒരുപാട് കലോറി ഉണ്ട്. അതുകൊണ്ട് അവയൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്പർ 2, ഡയറ്റിങ്ങിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുക്കിംഗ് ആണ്. കുക്ക് ചെയ്യുമ്പോൾ മാക്സിമം കുറയ്ക്കേണ്ട ചില കാര്യങ്ങളാണ് കൊഴുപ്പ്, മധുരം, ഉപ്പ്, തേങ്ങ എന്നിവ. എണ്ണ, നെയ്യ്, തേങ്ങ എന്നിവ വളരെ മിതമായി ഉപയോഗിക്കുക. ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് സ്ഥിരമാക്കാതിരിക്കുക. മധുരവും മിതമായി ഉപയോഗിക്കുക. നമ്പർ 3, ഒരു ദിവസം എത്ര നേരം ഫുഡ് കഴിക്കുന്നു, അതാണ് നമ്മൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്. മാക്സിമം 3 നേരം മാത്രം ഒരു ദിവസം കഴിക്കാൻ ശ്രമിക്കുക. നമ്പർ 4, ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. വയറ് നിറയും വരെ കഴിക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫുഡ് കഴിക്കുമ്പോൾ വിശപ്പ് മാറി എന്ന് തോന്നുന്നൊരവസ്ഥയുണ്ടല്ലോ, അപ്പോൾ നിർത്തുക. അല്ലാതെ കഴിച്ചു മടുത്ത് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക്, നമ്മൾ ക്ഷീണത്തിലേക്ക് എത്തുന്നൊരവസ്ഥ വരെയൊന്നും ഫുഡ് കഴിക്കരുത്. നമ്പർ 5, ഇങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് പോകാം എന്ന് കരുതുമ്പോഴായിരിക്കും ഒരു ഫംഗ്ഷനോ പാർട്ടിയോ വരുന്നത്. പോകുമ്പോൾ സ്വാദിഷ്ടമായ ഭക്ഷണം കാണുമ്പോൾ കഴിക്കാതിരിക്കാൻ കഴിയില്ല. സീസൺ ടൈം ആണെങ്കിൽ പറയുകയും വേണ്ട. ഈ സമയം നമ്മൾ ഒരുപാട് ഇറച്ചി വിഭവങ്ങൾ കഴിക്കും. അത് എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും? അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ വീട്ടിൽ നോൺ വെജ് വാങ്ങാതെ ഇരിക്കുക എന്നതാണ് ചെയ്യാൻ പറ്റുക. പിന്നെ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ഒരു ദിവസമോ അതിന് പിറ്റേ ദിവസമോ ഒരു നേരമെങ്കിലും ഫുഡ് സ്കിപ്പ് ചെയ്യാനും ശ്രമിക്കാം. അപ്പോൾ എക്സ്ട്രാ കഴിച്ചതിൻ്റെ ആ കലോറി ബാലൻസ് ആയി പോയിക്കോളും. നമ്പർ 6, ഫുഡിൻ്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ എത്ര തിരക്കുള്ളവർക്കും
എത്ര മടിയുള്ളവർക്കും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ വെയിറ്റ് കുറയ്ക്കാൻ അതുമാത്രം പോരാ. നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാതെ സ്റ്റോർ ചെയ്തിരിക്കുന്ന കൊഴുപ്പിനെ കുറയ്ക്കണം. അതിനായി വ്യായാമം ചെയ്തേ പറ്റൂ. വ്യായാമം ചെയ്യാൻ ഓരോരുത്തരുടെയും സമയം, ജോലി, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കണക്കിലെടുത്ത് വേണം എന്ത് തരം വ്യായാമം ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ ജിമ്മിൽ പോകാതെയും എക്യുപ്മെൻറ്റ്സ് ഇല്ലാതെയും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വ്യായാമങ്ങളുണ്ട്. അതിന് സഹായിക്കുന്ന ആപ്ലിക്കേഷൻസ് നമ്മുടെ മൊബൈലിൽ ലഭിക്കും. സ്ത്രീകൾക്കാണെങ്കിൽ വർക്കൗട്ട് വിമൻ എന്നൊരു ആപ്പുണ്ട്. ഇതിൽ ഫ്രീ ആയി പല എക്സസൈസും ഉണ്ട്. ഡെയിലി 7 മിനിറ്റ്സ് 9 മിനിറ്റ്സ് അങ്ങനെ വ്യത്യസ്തമായ പ്ലാൻസ് ഉണ്ട്. അതിൽ വെയിറ്റ് ലോസ് എത്ര വേണമെന്ന് നമുക്ക് ഗോൾ സെറ്റ് ചെയ്ത് വെക്കാം. അതിനനുസരിച്ചുള്ള എക്സസൈസ് നമുക്ക് കിട്ടും. ഓരോ ദിവസവും ആപ്പ് നമുക്ക് റിമൈൻഡർ തരും. ദിവസത്തെയും എക്സസൈസ് കഴിയുമ്പോൾ എത്ര കലോറി കുറഞ്ഞു എന്ന് ആപ്പിൽ കാണിക്കും. 2 ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എല്ലാ ദിവസവും ഇത് ചെയ്യണമെന്ന് തനിയെ തോന്നും. നമ്മൾ എക്സ്ട്രാ ഫുഡ് കഴിച്ചു എന്ന് തോന്നിയാൽ ഒരു ദിവസം എക്സ്ട്രാ ടൈം കണ്ടെത്തി എക്സസൈസ് ഒരു തവണ കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബോഡിയിലേക്ക് അമിതമായി വന്ന കലോറീസ് നമുക്ക് പുറത്തേക്ക് കളയാം. ഇനി ചിലർക്ക് ഡിസ്ക് പ്രോബ്ലംസ്, ബാക്ക് പെയിൻ, ജോയിൻറ്റ് പെയിൻ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ളവർ ഒരു ദിവസം 30 മിനിറ്റ് എങ്കിലും നടക്കാൻ പോകുന്നത് വഴി കലോറിയെ ബേൺ ചെയ്ത് കളയാം. നമ്പർ 7. ഇനി ഞാൻ പറയാൻ പോകുന്നത് വെയിറ്റ് ലോസിന് സഹായിക്കാൻ കഴിയുന്ന ഒരു ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഇതിനായി നമുക്ക് വേണ്ടത് മെയിനായിട്ടും ആപ്പിൾ സൈഡർ വിനെഗറാണ്. ഓർഗാനിക് ആപ്പിൾ സൈഡർ വിനെഗർ. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനെ ഒരു വലിയ ഗ്ലാസ്സിൽ ചെറിയ ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനെഗർ ചേർക്കുക. അതിലേക്ക് 1 സ്ക്യൂസ് ലെമൺ ജ്യൂസ് ചേർത്ത് മിക്സ് ചെയ്യുക. ഇത് എല്ലാ ദിവസവും രാവിലെ കുടിക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസിന് സഹായിക്കും. നമ്പർ 7. അനാവശ്യമായ ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതായത് മധുരം, കൊഴുപ്പ് ഇവയടങ്ങിയ പലഹാരങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. നമ്പർ 8. അനാവശ്യമായ ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതായത് മധുരം, കൊഴുപ്പ് ഇവയടങ്ങിയ പലഹാരങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഇനി നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നുകൂടെ ഒന്ന് ബ്രീഫായി നോക്കിയാലോ. ഒന്നാമതായി നമുക്ക് ആവശ്യമായ എല്ലാ പോഷകഘടകങ്ങളും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മധുരം, കൊഴുപ്പ്, ഉപ്പ്, തേങ്ങ ഇവയൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് കുക്ക് ചെയ്യുക. പിന്നെ ഒരു ദിവസം 3 നേരം മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അതും ആവശ്യത്തിന് മാത്രം കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ എക്സസൈസ് ചെയ്ത് ശരീരത്തിൽ നിന്നും കുറച്ച് കലോറി പുറത്തേക്ക് കളയാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ഒരു വെയിറ്റ് ലോസിനുള്ള ഒരു ഡ്രിങ്കും ശീലമാക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇങ്ങനത്തെ ഹെൽത്ത് ടിപ്സ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.